എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമുക്ക് കറണ്ട് ഫീലിങ്സ് നോക്കാം അല്ലേ? കറണ്ട് ഫീലിങ്സ് നോക്കിയിട്ട് കുറച്ച് ദിവസമായി. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ഓണസ്റ്റ് ഡീപ്പ് ഡൗൺ ഇമോഷൻസ് ഫോർ യു, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കിയൊക്കെ വിട്ട് കളയുക. ഓക്കെ, ഫോഴ്സ്ഫുള്ളി റീഡിംഗ് ആയിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ് കേട്ടോ. ഒരേ ഒരു കാര്യം, ഇന്നത്തെ ദിവസം ഞാൻ അവൈലബിൾ അല്ല, കുറച്ച് തിരക്കുകളുണ്ട്. നാളത്തേക്ക് ഞാൻ ഫ്രീ ആയിരിക്കും. ഓക്കെ, നാളെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, വേറെ എന്താണ്? അപ്പോൾ ന്യൂട്രലായിട്ട് മാത്രം റീഡിംഗ് കാണുക കേട്ടോ. റീഡിങ്ങിലേക്ക് പോയാലോ നമുക്ക്? ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഡീപ്പസ്റ്റ് ഇമോഷൻസ്, കറണ്ട് ഡീപ്പസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഡീപ്പസ്റ്റ് ഇമോഷൻസ്, ഡീപ്പസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഡീപ്പസ്റ്റ് ഇമോഷൻസ്, ഡീപ്പസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് honest, true, deepest emotions. താഴെ വീണ്ടിരുന്ന ലവേഴ്സും സണ്ണും ആയിരുന്നു കേട്ടോ. എന്താ അത് വരണം എന്നുണ്ടെങ്കിൽ വന്നോളൂ. എടുക്കട്ടെ. പേജ് ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് കപ്സ്. ലവേഴ്സിന് മേലെ ലവേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, കാർഡ് വരണം എന്നുണ്ടെങ്കിൽ അത് തിരിച്ചും വന്നോളും കേട്ടോ. ഹെർമിറ്റ്, ഫൂൾ. എന്താണ് ഹെർമിറ്റിൻ്റെ എനർജിയിൽ? ഡെവിൾ. സൺ. ഞാൻ പറഞ്ഞില്ലേ, സണ്ണും ലവേഴ്സാണ് അപ്പോഴേ താഴേക്ക് വീണത്. കിങ് ഓഫ് പെൻഡക്കിൾസ്, സെവൻ ഓഫ് കപ്സ്, രണ്ട് കാർഡ് വന്നു. ഫോർ ഓഫ് സ്വാർഡ്സ്, ഫോർ ഓഫ് കപ്സ് മിസ്സിങ് എനർജി ആണല്ലോ. എയ്റ്റ് ഓഫ് വാൻഡ്സ് ആൻഡ് സ്ട്രെങ്ത്. നിങ്ങളുടെ പേഴ്സൺ രാവിലെ തന്നെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ നിങ്ങളുടെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് ചെയ്യണം എന്നും അവർ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓവർവെൽമിങ് സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിത് കാണുന്ന സമയത്ത്. നിങ്ങളുടെ പിക്ചർ എന്തെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അത് എടുത്ത് കാണാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ. വീഡിയോസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് എന്തെങ്കിലും നിങ്ങൾ ഒരുമിച്ചുള്ള എടുത്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് വെച്ച് ഓവർവെൽമിങ് സ്നേഹം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ എന്ന് അവർക്ക് അതിതീവ്രമായിട്ട് തന്നെ തോന്നാറുണ്ട്. ദേ വോണ്ട് ടു സേ ഐ ലവ് യു കേട്ടോ. ഒരു 100 വട്ടം നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞാലും അവർക്ക് മതിയാവില്ല എന്നുള്ളൊരവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് സ്നേഹം കൊണ്ട് മനസ്സ് വിങ്ങുന്ന ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വല്ലാത്തൊരു സങ്കടവും വിഷമവും ഒറ്റപ്പെടലും മിസ്സിങ് എനർജിയും എല്ലാം തന്നെ അവർക്ക് തോന്നുന്നുണ്ട്. കാരണം ഉടനെ കാണാൻ സാധിക്കുന്നില്ല, വിചാരിക്കുന്ന ഉടനെ നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കൂടെ ഇല്ലാത്തപ്പോൾ അവർക്ക് ഒരു ഒറ്റപ്പെടൽ തന്നെയാണ്. വേറെ ആര് കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല, അവർക്ക് ഒരു ഒറ്റപ്പെടലാണ് മാനസികമായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു സങ്കടം തോന്നുക. അങ്ങനെ നിങ്ങളുമായിട്ട് കുറച്ച് എന്താ പറയുക, ജോളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, ഹാപ്പി ആയിട്ട് നിങ്ങൾ മാത്രമായിട്ടുള്ളൊരു സമയം എന്താ പറയുക, എവിടെയെങ്കിലും പോയിരുന്നു സ്വസ്ഥമായി സംസാരിക്കുക, ഒരു കാപ്പി കുടിക്കുക, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് അതിതീവ്രമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം നിങ്ങളോട് സംസാരിക്കണം, അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇപ്പോൾ നിങ്ങളെ പ്രതി ഒരു വല്ലാത്ത മാഗ്നറ്റിക് ഉള്ള ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര വിട്ടു പോകാൻ ശ്രമിച്ചാലും അതിന് കഴിയാതെ തിരിച്ചെത്താറാണ് അവർ പതിവായിട്ട്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ചില റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഫോർ എക്സാമ്പിൾ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങളായിട്ട്.
പക്ഷേ ആ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. കാരണം അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കില്ല. ഓക്കെ, അവർ ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി എല്ലാം തന്നെ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് അതിതീവ്രമായ അട്രാക്ഷനാണ് നിങ്ങളോട് തോന്നാറുള്ളത് കേട്ടോ. സൺവേജ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവായിട്ടൊരു വ്യക്തിയാണ്. നിങ്ങളെ കാണുന്നതാണ് അവർക്ക് സന്തോഷം. നിങ്ങൾ തമ്മിൽ കാണുന്ന ആ ദിവസമാണ് അവർക്ക് ഏറ്റവും സന്തോഷമായിട്ട് അവർ ഫീൽ ചെയ്യുന്ന ദിവസം. ഇവർ ഏറ്റവും ചിരിക്കുന്നത് അന്നത്തെ ദിവസമായിരിക്കും. ഓക്കെ, നിങ്ങളെ കണ്ടാൽ അന്ന് ലക്കാണ് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. ഇവർ പ്രബലമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം. 4 പേര് ഇവരുടെ അടുത്ത് ഉപദേശം ചോദിച്ച് വരാറുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമായിരിക്കാം. ഓക്കെ, അതെല്ലാം നിലനിൽക്കെ തന്നെ നിങ്ങളും അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. ഈ പല പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ കാരണം ഇവർ ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉറക്കക്കുറവ്, ഓവർ തിങ്കിങ്, സ്ട്രെസ്സ്, ആങ്സൈറ്റി ഇതെല്ലാം അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. തടസ്സങ്ങളുണ്ടല്ലോ, പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം എന്താ പറയുക, മാനേജ് ചെയ്ത് പോകണം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഒരു സ്ട്രെസ്സ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളെ കാണാതിരിക്കുമ്പോഴും ഇവർക്ക് മിസ്സിങ് കാരണം, കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ കാരണം ഇവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ അങ്ങനെയും വരുന്നതായിട്ട് കാണുന്നുണ്ട്. എപ്പോഴും നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷനാണ് അവരുടെ മനസ്സിൽ കേട്ടോ. നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, അതും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ദിവസത്തിലൊരിക്കലൊന്നും അല്ല, കഴിയുന്നിടത്തോളം നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അവരുടെ ലൈഫിൽ നടക്കുന്ന ഓരോന്നും നിങ്ങളെ വിളിച്ച് അറിയിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം കേട്ടോ. ഇവരെ സഹിക്കാൻ ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ പറ്റൂന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. സ്വയം നല്ല അഭിപ്രായമാണ് അവർക്ക്. അതുകൊണ്ട് അവർ ചിന്തിക്കുന്ന ഇവരുടെ കലാപരിപാടികൾ ക്ഷമിച്ച് പുറത്ത് മുന്നോട്ട് പോകാൻ ഈ ലോകത്ത് നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ പറ്റൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൊണ്ട് നിങ്ങളോട് അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നിങ്ങളെ വിട്ടുപോകാൻ അവർക്ക് പറ്റില്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഓക്കെ, ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉള്ളതായിട്ടും കാണുന്നു. ചിലർ വർക്ക് റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കാം. ഒരേ ടീമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരു പ്രോജക്റ്റ് ഒന്നിച്ച് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കാം. ഓക്കെ, എന്തായാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതും ഒരു തടസ്സമാണ്. ഈ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും വന്നു. തേർഡ് പാർട്ടി പറയുമ്പോൾ അത് ഒരു പക്ഷേ ഇവരുടെ പാരൻസ് ആവാം, വിവാഹത്തിന് സമ്മതിക്കാതെ അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്പൗസ് കുട്ടികൾ, മാരീഡ് ആണെങ്കിൽ സ്പൗസ് കുട്ടികൾ. അങ്ങനെ അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കമ്മ്യൂണിക്കേഷനാണ്. ഇവർ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ ആക്റ്റീവാണോ അവിടെയൊക്കെ ഇവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എപ്പോഴും നിങ്ങളുടെ ഫോട്ടോസ് കൈവശം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നെടുത്ത് നോക്കുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ വേറെ വേർഡ്സ് ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അർത്ഥം. ഇവർ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുമായിരിക്കാം കേട്ടോ. ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയുമായിരിക്കണം. ഓക്കെ, നിങ്ങളെല്ലാം അവരോടാണ് ഷെയർ ചെയ്യാറുള്ളത്. അവർ നിങ്ങളോടാണ് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. മറ്റാരോടും പറയാത്ത കാര്യം പോലും അവർ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി തരൂടി മാൻ, കുറച്ച് കാർഡ്സ് കൂടി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ ഫീലിങ്സിൽ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു തരൂ. 9 ഓഫ് പെൻറ്റക്കിൾസ്. അവരുടെ ജോലിയിലും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കരിയർ, ജോലി അതിലും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം കരിയറിൽ സെറ്റിലായാലേ നിങ്ങൾക്ക് ഒരു ലൈഫ് മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളിലും കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ജോലി, കരിയർ, പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുക, പ്രോജക്റ്റ് കംപ്ലീഷന് വേണ്ടി ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതായത് റിലേഷൻഷിപ്പിനെ മാത്രം ചിന്തിച്ച് വേറെ ഒന്നും ചെയ്യാതിരിക്കുകയല്ല, മനസ്സിലായില്ലേ?
അതുപോലെ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം, എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ ഒരു അവസാനം കുറിക്കണം. അതിനു വേണ്ടി അവർ എഫേർട്ട് ഇടാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ പ്രശ്നം പരിഹരിക്കണമല്ലോ. ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു എഫേർട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായും വരും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ അവർ ഒരു തീരുമാനവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ദൂരദേശത്തായിരിക്കും, ഇടയ്ക്ക് വന്ന് യാത്ര ചെയ്ത് വന്നായിരിക്കും നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടായിരിക്കുക. എന്ത് തന്നെ ആയാലും അവർ നിങ്ങൾക്കായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം ഉറച്ചതാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ പ്രതി അവർക്ക് എന്താ പറയുക, റെസ്പെക്റ്റും സ്നേഹവും അട്രാക്ഷനും എല്ലാം തന്നെ തോന്നാറുണ്ട്. നിങ്ങളുടെ ആ പേഴ്സണാലിറ്റി ഇവർക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ സംസാരിക്കുന്ന രീതി, നിങ്ങളെ കാണാൻ, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അങ്ങനെ എല്ലാം. നിങ്ങൾ ജോലിയിലൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ളൊരു വ്യക്തിയായിരിക്കണം കേട്ടോ. അതിൽ നിങ്ങളൊരു ടീമിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാഗൽഭ്യം അവർക്ക് ഭയങ്കര ആരാധനയാണ്. നിങ്ങളുടെ ഫീൽഡിൽ ഇച്ചിരി എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതൊക്കെ ഇവർക്ക് ഭയങ്കര ആരാധനയാണ്. നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ അറിയപ്പെടുന്ന ആളായിരിക്കണം. അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഓക്കെ, ക്വീൻ ഓഫ് വോൺസ് നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ ഓൾറെഡി കാണുന്നത്. കിങ് ഓഫ് വോൺസ്, ക്വീൻ ഓഫ് വോൺസ് ഒരുമിച്ച് വരുമ്പോൾ ഒരു പെയറാണ് അല്ലേ. അപ്പോൾ അവർ നിങ്ങളെ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള സ്ഥാനത്ത് തന്നെയാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഇവർ മാനിക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയായിരിക്കും എന്നവർ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും അവരെ ഉപദേശിച്ചാൽ അത് ഒരു ചോദ്യവും കൂടാതെ അവർ അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവർ ആലോചിക്കുന്നത്. കാരണം നിങ്ങളെ വിശ്വസിക്കാം എന്നവർ കരുതുന്നു. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ പങ്കെടുക്കണം എന്ന് അവർ കരുതുന്നു. എപ്പോഴാണ് നമ്മൾ ഈക്വലായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുക? പാർട്ട്നേഴ്സ് ആവുമ്പോഴാണ് അല്ലേ. ഏറ്റവും സ്നേഹമുള്ള പാർട്ട്നേഴ്സ് ആവുമ്പോഴാണ് നമ്മൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാവുക. അത് ആ ഒരു സിറ്റുവേഷനിലാണ് അവർ അവരുടെ മനസ്സിൽ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ അവരുടെ പാർട്ട്ണറാണ്. അതുകൊണ്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ അവരും പങ്കെടുക്കണമെന്ന് അവർ കരുതുന്നു. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ചെയ്തു തരണം എന്ന് അവർ, ആ റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് അവർക്ക് നിങ്ങളെ പ്രതി ഉണ്ട് എന്നും കാണുന്നു കേട്ടോ. നിങ്ങൾ പ്രതി വല്ലാത്ത ഇമോഷൻസ് അവർ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ സങ്കടം, എന്താ പറയുക, വിരഹം, എല്ലാം, ഒരുപാട് സ്നേഹം എല്ലാം അവർ ഫീൽ ചെയ്യാറുണ്ട്. ഓവർവെൽമിങ് രീതിയിലുള്ള ഒരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുക. കാരണം ഏസ് ഓഫ് കപ്സും ലവേഴ്സ് രണ്ടും തന്നെ വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. ഡിവൈൻ ഇൻ്റർവെൻഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലരുടെ ലൈഫിൽ ഒരു സെപ്പറേഷൻ കേസൊക്കെ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതിൻ്റെ വിധിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണുന്നു. കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യേണ്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടും ഒരു പോസിറ്റീവ് വിധി കിട്ടണം എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് എത്രയും വേഗം വേണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെയാണ് അൾട്ടിമേറ്റ്ലി അവരുടെ ആഗ്രഹം. അവരുടെ വീട്ടിലുള്ളവരുടെ എല്ലാം സമ്മതത്തോടെ, ഇവർ മാരീഡ് അല്ലെങ്കിൽ കേട്ടോ, അവരുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ എല്ലാം സമ്മതത്തോടെ തന്നെ നിങ്ങൾ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർ നിങ്ങളെ അവരുടെ പാർട്ട്ണറായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പം അത് മറ്റുള്ളവരെയും കൂടി സമ്മതിപ്പിച്ച് അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് കാണുന്നത്. പ്രൊവൈഡഡ് അവിടെ തേർഡ് പാർട്ടി ഇല്ല. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? സെപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. നിങ്ങൾക്കായിട്ട് ഇന്നൊരു കുഞ്ഞ് റീഡിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ചെറിയ എൻഗേജ്മെൻറ്റിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ പെട്ടെന്ന് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഓടിപ്പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. ക്ഷമിക്കുക, ഇന്നത്തെ ദിവസം കൂടി ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നാളെ മുതൽ ഞാൻ കഴിയുന്നതും ഫ്രീ ആയിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ നാളെ 21 ഏപ്രിലിന് കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഇന്ന് 20 ഏപ്രിൽ 2026 ഞാൻ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതോടൊപ്പം എന്താ പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഹൈപ്പ് ചെയ്ത് തരണം. ഹൈപ്പ് ചെയ്താലേ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചൊരു റീച്ച് കിട്ടത്തുള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.